പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിലെ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, എന്താണ് ഇൻഡസ്ട്രി, എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് പ്രൊഡക്ടിവിറ്റി, എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, എന്താണ് ഒരു പ്ലാന്റ്, എന്താണ് ഒരു പ്ലാന്റ് ലൊക്കേഷൻ, എന്തൊക്കെയാണ് ഒരു പ്ലാന്റ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയായിരുന്നു പ്ലാന്റ് ലേ ഔട്ട്, ഒരു പ്ലാന്റ് ലേ ഔട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, എന്താണ് ഷെഡ്യൂളിംഗ്, എന്താണ് റൂട്ടിംഗ്, എന്താണ് മെയിൻ്റനൻസ്, എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ടോപ്പിക്കുകളെല്ലാം തന്നെ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ മൊഡ്യൂളാണ്. നിങ്ങളുടെ രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ടോപ്പിക്സിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ വർക്ക് സ്റ്റഡി. വർക്ക് സ്റ്റഡി എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മളുടെ രണ്ടാമത്തെ മൊഡ്യൂൾ പുരോഗമിക്കുന്നത്. നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിന് പേര് നൽകി പഠിക്കാൻ കഴിയില്ല. നമുക്ക് ചില ടോപ്പിക്കുകളാണ് ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് മൊഡ്യൂൾ ദ ടോപ്പിക്സ് ആർ പ്രോഗ്രസിംഗ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് വർക്ക് സ്റ്റഡി. അപ്പോൾ എന്താണ് വർക്ക് സ്റ്റഡി, എങ്ങനെയാണ് വർക്ക് സ്റ്റഡി നടത്തുന്നത്, എന്തൊക്കെയാണ് വർക്ക് സ്റ്റഡി നടത്തുവാൻ വേണ്ടത്, ഏതെല്ലാമാണ് പ്രൊസീജിയർ, ഇതിനെ സഹായിക്കുന്ന അനുബന്ധ ഘടകങ്ങൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂൾ മുഴുവനായും നമ്മൾ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് വർക്ക് സ്റ്റഡി, വർക്ക് സ്റ്റഡിയെ കുറിച്ചിട്ടുള്ള ബേസിക് നോളജ്, എന്താണ് വർക്ക് സ്റ്റഡി, എങ്ങനെയാണ് വർക്ക് സ്റ്റഡി നടത്തപ്പെടുന്നത്, എന്തൊക്കെയാണ് വർക്ക് സ്റ്റഡി കൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് വർക്ക് സ്റ്റഡി എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഈ വർക്ക് സ്റ്റഡിയുമായി അനുബന്ധിച്ചുള്ള മറ്റ് രണ്ട് കാര്യങ്ങളാണ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. എന്താണ് വർക്ക് സ്റ്റഡിയുമായി മെത്തേഡ് സ്റ്റഡിക്കും വർക്ക് മെഷർമെന്റിനുമുള്ള ബന്ധം എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. സോ വർക്ക് സ്റ്റഡിയുടെ ഒരു അവയർനെസ് കിട്ടിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് മെത്തേഡ് സ്റ്റഡി, ദെൻ വർക്ക് മെഷർമെന്റ്. പ്രധാനമായും ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കിലും സബായിട്ട്, അതായത് ഇതിന് അനുബന്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളും നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ പ്രധാനമായും ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 പോയിന്റുകൾ എന്ന് പറയുന്നത് വർക്ക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. ആദ്യമായി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് വർക്ക് സ്റ്റഡിയെ കുറിച്ചാണ്. നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, എന്തെല്ലാമാണ് വർക്ക് സ്റ്റഡി എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പെർഫോമിംഗ് ഈച്ച് ഓപ്പറേഷൻ ആൻഡ് ടു എലിമിനേറ്റ് ദ വേസ്റ്റേജ്. ഓൾസോ it is used to determine the standard time that a qualified worker should take to perform the operation when working at normal condition. Work study can be done by method study and work measurement. So, നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പ്രൊഡക്ഷനെ കുറിച്ചും പ്രൊഡക്ടിവിറ്റിയെ കുറിച്ചും, എങ്ങനെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാം എന്നതിനെ കുറിച്ചും, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു സയന്റിഫിക് കോൺസെപ്റ്റ് ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മെച്ചങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. പിന്നെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ അതേ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതും എന്നാൽ കുറച്ച് വ്യത്യാസമുള്ളതുമായിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത് ശരിയായും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പേര് പോലെ തന്നെ സ്റ്റഡി ഓഫ് ദ വർക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യുവാൻ പോകുന്ന വർക്ക്, പ്രധാനമായും നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യുവാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആയിരിക്കും അല്ലെ. ഒരു
ഒരു ഷർട്ടിന്റെ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്ലോത്തിന്റെ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പലതരത്തിലുള്ള ക്ലോത്തുകളായിരിക്കും. പിന്നെ ഒരു ചെരുപ്പിന്റെ ഇൻഡസ്ട്രി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് ചെരുപ്പുകളായിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തുമുള്ള വർക്കുകൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കോമൺലി എല്ലാ വർക്കുകളും ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുമ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കൃത്യമായി പഠിക്കുന്നത് കൊണ്ട് ഒന്നുകിൽ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ ഒരു പ്രോസസ്സിനെയോ കൃത്യമായി പഠിക്കുന്നത് മൂലം ആ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്ന രീതി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുകയും അതിന്റെ ബേസിസിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് മെത്തേഡിൽ പിന്നീട് നമുക്ക് ആ ഒരു പ്രത്യേക പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ നടത്താൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ് വർക്ക് സ്റ്റഡി എന്നുള്ള ഒരു സയന്റിഫിക് തിയറി തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. സോ എന്താണ് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർക്ക് സ്റ്റഡി ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻ വർക്ക് സ്റ്റഡി എന്ന് പറയുന്നതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പെർഫോമിംഗ് ഈച്ച് ഓപ്പറേഷൻ ആൻഡ് ടു എലിമിനേറ്റ് ദ വേസ്റ്റേജ്. നമ്മൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് കണ്ടുപിടിക്കുകയും അതുവഴി ഒരു പ്രൊഡക്ഷൻ നടത്തുവാൻ ആവശ്യമുള്ള കൃത്യമായ റോ മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിക്കുകയും അല്ലെങ്കിൽ വേസ്റ്റേജ് പരമാവധി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുവാൻ വർക്ക് സ്റ്റഡി എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ച് സാധിക്കുന്നു എന്നതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ഇനി അതുകൊണ്ട് തന്നെ വർക്ക് സ്റ്റഡിയുടെ ഡെഫിനിഷനായും നമുക്ക് എങ്ങനെ പറയാം? വർക്ക് സ്റ്റഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് പെർഫോമിംഗ് ഈച്ച് ഓപ്പറേഷൻ ആൻഡ് ടു എലിമിനേറ്റ് ദ വേസ്റ്റേജ്. അല്ലെങ്കിൽ നമുക്ക് വർക്ക് സ്റ്റഡി എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഡിറ്റർമിൻ the standard time that a qualified worker should take to perform the operation when working at normal condition. ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു വർക്കർ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു പ്രത്യേക കാലാവധി ഉണ്ട് അല്ലെ? അതിനെ നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയും. നമ്മളൊരു സാധനം വാങ്ങുന്നതിന് വേണ്ടി ഓർഡർ നൽകി കഴിഞ്ഞാൽ അത് ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ദിവസത്തിനുള്ളിൽ തീർന്നാൽ മാത്രമേ അതിന്റെ ആ ഒരു പ്രോസസ്സിംഗ് കൃത്യമായി നടക്കുകയുള്ളൂ, കൃത്യമായി അത് മാർക്കറ്റ് ചെയ്യപ്പെടുകയുള്ളൂ, സെയിൽ ചെയ്യപ്പെടുകയുള്ളൂ. അപ്പോൾ കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് ഉണ്ടാക്കാൻ ഒരു വർക്ക് സ്റ്റഡിയെ കൊണ്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ വർക്ക് സ്റ്റഡി ഉപയോഗിച്ച് ഒരു വർക്കർക്ക് നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ കൃത്യമായ ഒരു സമയത്തിൽ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. വർക്ക് സ്റ്റഡി ഉപയോഗിച്ച് ആ സമയം എത്രയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോൾ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കാറൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രത്യേക ടൈം ഉണ്ട് അല്ലെ? ആ ടൈം കഴിഞ്ഞാലേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ അവർ ആ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ബൈ യൂസിങ് വർക്ക് സ്റ്റഡി ദേ സെറ്റ് ദ സ്റ്റാൻഡേർഡ് ടൈം ഫോർ എ വർക്കർ who is working at normal condition. So work study can be otherwise explained as it is used to determine the standard time that a qualified worker should take to perform the operation when working at normal condition. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? വർക്ക് സ്റ്റഡി ക്യാൻ ബി ഡൺ ബൈ മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. ഈ ഒരു വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ചെയ്യുന്നത് ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ മറ്റ് രണ്ട് കോൺസെപ്റ്റുകളുടെ സഹായത്തോടെയാണ് വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു സയന്റിഫിക് മെത്തേഡ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. ഏതെല്ലാമാണ് ആ സയന്റിഫിക് കോൺസെപ്റ്റ്? ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. ഇനി ഇവയെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ വർക്ക് സ്റ്റഡി എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വർക്ക് സ്റ്റഡി മറ്റൊന്നുമല്ല, വി ആർ സ്റ്റഡിയിങ് അബൌട്ട് ദ വർക്ക് ഓർ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ആൻ ഇൻഡസ്ട്രി ആൻഡ്
find out the best method or the simplest method for producing that product, or to find the simplest method for executing that operation, also to determine the standard time for that production. വർക്ക് സ്റ്റഡി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് വർക്ക് സ്റ്റഡി എന്താണ് എന്നാണ്. നമ്മൾ പറഞ്ഞു വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ദാറ്റ് സയന്റിഫിക് മെത്തേഡ് ക്യാൻ ബി എക്സിക്യൂട്ടഡ് ബൈ യൂസിംഗ് ടു അനദർ കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. മെത്തേഡ് സ്റ്റഡി, വർക്ക് മെഷർമെന്റ് എന്നിങ്ങനെയുള്ള രണ്ട് കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്ക് സ്റ്റഡി എന്നുള്ള പ്രോസസ് നടത്തുന്നത്. വർക്ക് സ്റ്റഡി എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ എക്സിക്യൂട്ടിംഗ് എ വർക്ക് ഓർ to detect a standard time for that operation. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് എന്തെല്ലാം മെച്ചങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതാണ് അഡ്വാൻറ്റേജസ് ഓഫ് വർക്ക് സ്റ്റഡി എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. എന്തെല്ലാമാണ് അഡ്വാൻറ്റേജസ് ഓഫ് വർക്ക് സ്റ്റഡി? നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കൂ. വർക്ക് സിംപ്ലിഫിക്കേഷൻ, ഇൻക്രീസ് എഫിഷ്യൻസി, ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ്സ്, സ്മൂത്ത് സൂപ്പർവിഷൻ, ബെനിഫിറ്റ് ടു വർക്കേഴ്സ്, വേജ് പേയ്മെന്റ്സ് ആൻഡ് ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ്. ഇത്രയുമാണ് വർക്ക് സ്റ്റഡി കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. എന്താണ് ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത്? വർക്ക് സിംപ്ലിഫിക്കേഷൻ. എന്താണ് അതിന്റെ അർത്ഥം? വർക്ക് സിംപ്ലിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ് വർക്ക് സ്റ്റഡി കാരണം വർക്ക് സിംപ്ലിഫിക്കേഷൻ ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു വി ഷുഡ് ഫൈൻഡ് ഔട്ട് ദ ബെസ്റ്റ് ആൻഡ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ ഡൂയിങ് എ ജോബ്. നമ്മളൊരു വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റും ഏറ്റവും സിംപ്ലസ്റ്റുമായിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിക്കുന്നതിലൂടെ നമ്മൾ ഏറ്റവും മിനിമം വേസ്റ്റേജിലായിരിക്കും ആ ഒരു വർക്ക് ചെയ്യുക. അതായത് വേസ്റ്റേജ് ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാ സെക്ഷൻസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗത്തിലൂടെ മാത്രമായിരിക്കും നമ്മൾ ആ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് വർക്ക് മസ്റ്റ് ബി ഇൻ എ സിംപ്ലിഫൈഡ് പാത്ത്. സോ വർക്ക് സിംപ്ലിഫിക്കേഷൻ ഈസ് അച്ചീവ്ഡ്. അപ്പോൾ നമുക്ക് വർക്ക് സിംപ്ലിഫിക്കേഷൻ അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. ദെൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ദ ഔട്ട്പുട്ട് ഷുഡ് ബി ഇൻക്രീസസ് ബൈ യൂസിംഗ് ദ മിനിമം ഔട്ട്പുട്ട് ഇൻപുട്ട്. ഒരു എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻപുട്ട് മിനിമം ആവുക എന്ന് പറയുമ്പോൾ തന്നെ വേസ്റ്റേജ് പരമാവധി കുറയുക എന്നതാണ് അർത്ഥം വരുന്നത്. അപ്പോൾ വർക്ക് സ്റ്റഡി കാരണം നമ്മൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിക്കുന്നതോടുകൂടി നമ്മളുടെ വേസ്റ്റേജ് പരമാവധി കുറയുന്നു. സോ ഇൻപുട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നു. കൂടാതെ നമുക്ക് ഔട്ട്പുട്ട് ഏറ്റവും ഇഫക്റ്റീവായി ഉണ്ടാക്കാൻ കഴിയുമ്പോൾ ഔട്ട്പുട്ട് കൂടുന്നു. സോ എഫിഷ്യൻസി ഷുഡ് ബി ഇൻക്രീസസ്. So by work study we can increase the efficiency. So increase the production efficiency. കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അറിയാവുന്നതാണ് പ്രൊഡക്ഷൻ will be increases. Then the another advantage is fixing the standard. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ കഴിയുന്നു. നമ്മൾ ഡെഫിനിഷനിൽ തന്നെ അതാണ് പറഞ്ഞത്. നമ്മളൊരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യാൻ കഴിയുന്നു. ഓരോ പ്രോസസ്സിനും ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ്സ്, ഇത്രത്തോളം മെറ്റീരിയൽ വേണം അല്ലെങ്കിൽ ഇത്രത്തോളം ടൈം വേണം തുടങ്ങിയതായിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡുകളും നമുക്ക് വർക്ക് സ്റ്റഡി ഉപയോഗിച്ച് കണ്ടുപിടിക്കാനും അത് ഫിക്സ് ചെയ്യാനും കഴിയുന്നത് വഴി നമുക്ക് ഒരു പ്രോസസ്സിന്റെ കൃത്യമായ പ്രൊഡക്ഷൻ ക്രൈറ്റീരിയ അല്ലെങ്കിൽ കൃത്യമായ പ്രൊഡക്ഷൻ എക്സിക്യൂഷൻ എന്താണ് എന്നുള്ളത് വർക്ക് സ്റ്റഡി മുഖാന്തരം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ നാലാമത്തെ പോയിന്റ് പറയുന്നത്. ദാറ്റ് ഈസ് ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. ദെൻ സ്മൂത്ത് സൂപ്പർവിഷൻ. എന്താണ് ആ പോയിന്റിന്റെ അർത്ഥം? സ്മൂത്ത് സൂപ്പർവിഷൻ. ദ സൂപ്പർവിഷൻ ഷുഡ് ബി സ്മൂത്ത്. നമുക്കറിയാം അൺനെസസറി ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സുകൾ എല്ലാം തന്നെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ, ദാറ്റ് ഈസ് ബൈ യൂസിംഗ് വർക്ക് സ്റ്റഡി വെൻ വി ആർ എലിമിനേറ്റിംഗ് ഓൾ ദ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്, എല്ലാ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ദാറ്റ് വർക്ക് ഷുഡ് ബി മോർ ഫ്ലെക്സിബിൾ ആൻഡ് ട്രാൻസ്പെറന്റ്. ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നല്ല ട്രാൻസ്പെറന്റ് മെത്തേഡ് ആവുന്നു. സോ ദ സൂപ്പർവിഷൻ ഷുഡ് ബി വെരി സ്മൂത്ത്. Then benefit to workers.
കൃത്യമായ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രോസസ്, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വർക്കിംഗ് മെത്തേഡ്, ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഇതെല്ലാം വർക്കേഴ്സിന് ബെനിഫിറ്റ് ആവുന്നു. വേജ് പേയ്മെന്റ്സ്, നമുക്കറിയാം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് ദ വേജ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. ദെൻ ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിനും ബെനിഫിറ്റ് ഉണ്ടാകുന്നു. നല്ല രീതിയിൽ, നല്ല മെത്തേഡിൽ, നല്ല വർക്കിംഗ് കണ്ടീഷനിൽ നല്ല ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഇറ്റ് ഷുഡ് ബി ബെനിഫിറ്റ് ടു ദ കൺസ്യൂമർ. അങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് കൺസ്യൂമറിനും ബെനിഫിഷ്യൽ ആകുന്നു. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വർക്ക് സ്റ്റഡി. എന്തെല്ലാമാണ്? വർക്ക് സിംപ്ലിഫിക്കേഷൻ, ഇൻക്രീസ് ദ എഫിഷ്യൻസി, ഇൻക്രീസ് പ്രൊഡക്ഷൻ, ഫിക്സിംഗ് ദ സ്റ്റാൻഡേർഡ്സ്, സ്മൂത്ത് സൂപ്പർവിഷൻ, ബെനിഫിറ്റ് ടു വർക്കേഴ്സ്, വേജ് പേയ്മെന്റ്സ്, ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ്. വർക്ക് സ്റ്റഡി എന്താണ് എന്നുള്ള കാര്യവും അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെ, എന്നാൽ അതൊരു കോൺസെപ്റ്റ് കൂടെയാണ്. റോൾ ഓഫ് വർക്ക് സ്റ്റഡി ഫോർ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ടിവിറ്റി. ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വർക്ക് സ്റ്റഡി നിർവഹിക്കുന്ന റോൾ എന്താണ് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളതാണ്. കൂടാതെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുമാണ്. അപ്പോൾ എന്താണ് ഒരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ടിവിറ്റി എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി തന്നെയാണ് പ്രൊഡക്ടിവിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. മിനിമം ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്ഡ്. അല്ലെങ്കിൽ എന്തായിരുന്നു പ്രൊഡക്ടിവിറ്റി? ഏറ്റവും മിനിമം ടൈമിൽ ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിക്കൊണ്ട് മാക്സിമം മെറ്റീരിയൽ യൂട്ടിലൈസേഷനോട് കൂടി മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക ബൈ യൂസിങ് മിനിമം ഇൻപുട്ട് എന്നുള്ളതായിരുന്നു പ്രൊഡക്ടിവിറ്റി എന്ന ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ വർക്ക് സ്റ്റഡിക്കുള്ള റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് സ്റ്റഡി ക്യാൻ ബി ഡൺ ബൈ യൂസിങ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. സോ വർക്ക് സ്റ്റഡി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി കൂടുക എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് വർക്ക് സ്റ്റഡി, അതായത് മെത്തേഡ് സ്റ്റഡിയും അതുപോലെ തന്നെ വർക്ക് മെഷർമെന്റും എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളതിലൂടെയാണ് ടോട്ടലി വർക്ക് സ്റ്റഡി എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. സോ ആദ്യമായി നമ്മൾ പറയുന്നത് മെത്തേഡ് സ്റ്റഡി ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. എങ്ങനെയാണ് മെത്തേഡ് സ്റ്റഡി എന്നുള്ള കോൺസെപ്റ്റ്, അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ഇനി അടുത്തതായി അതാണ് പഠിക്കുവാൻ പോകുന്നത്. സോ മെത്തേഡ് സ്റ്റഡി എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുവാൻ പോകുന്നത്. ആദ്യം എന്തൊക്കെയാണ് സ്ക്രീനിൽ കാണുന്ന പോയിന്റ്സ്? Reduce the work by eliminating unnecessary and unproductive motion. Develop the best method. Improve the design of workplace. Modify tool and equipment. എന്താണ് പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് റെഡ്യൂസ് ദ വർക്ക് ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി ആൻഡ് അൺപ്രൊഡക്റ്റീവ് മോഷൻ. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ വേണ്ടാത്തതോ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റെപ്പുകൾ ഒന്നുകിൽ മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് വർക്കിനെ കൂടുതൽ ട്രാൻസ്പെറന്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ വർക്കിലുള്ള അൺനെസസറി ആയിട്ടുള്ള പാർട്ടുകളെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യം. അത് നമുക്ക് പ്രൊഡക്ടിവിറ്റിക്ക് ഗുണകരമായി ഭവിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡെവലപ്പ് ദ ബെസ്റ്റ് മെത്തേഡ്. ഏറ്റവും സിമ്പിൾ ആയിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ കാണുമ്പോൾ ദാറ്റ് ഷുഡ് ബി ദ മോർ ബെസ്റ്റ് മെത്തേഡ് ടു ഡൂയിങ് ദാറ്റ് വർക്ക്. ആ ഒരു വർക്ക് ചെയ്യാനുള്ള ദ ബെസ്റ്റ് മെത്തേഡ് അതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഈസ് യൂഷ്വലി ഇൻക്രീസസ്. അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? ഇംപ്രൂവ്സ് ദ ഡിസൈൻ ഓഫ് വർക്ക് പ്ലേസ്.
വർക്ക് പ്ലേസിന്റെ ഡിസൈൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ച ഒരു വർക്ക് പ്ലേസ് ആകുന്നതോടുകൂടി വർക്ക് ഒന്നുകൂടെ ഈസിയർ ആകുന്നു അല്ലെങ്കിൽ എഫിഷ്യന്റ് ആകുന്നു. അത് പ്രൊഡക്ടിവിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കുന്നു. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന വർക്ക് പ്ലേസിന്റെ ഡിസൈൻ പോലും ഒരു പ്രൊഡക്ഷന്റെ ഇംപ്രൂവ്മെന്റിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ മോഡിഫൈ ടൂൾ ആൻഡ് എക്യുപ്മെന്റ്. ഇൻഡസ്ട്രിയിലുള്ള ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ മോഡിഫൈ ചെയ്യുന്നു. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രൊഡക്ഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ വളരെ ടെക്നോളജി പരമായി വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിക്കുന്നതോടുകൂടി വർക്ക് ഷുഡ് ബി മോർ എഫിഷ്യന്റ് ആൻഡ് വർക്ക് ഷുഡ് ബി മോർ ദ പ്രോസസ് ഓഫ് ദാറ്റ് വർക്കിംഗ് ഈസ് മോർ സ്പീഡ് ആൻഡ് it should be more perfect. So the productivity can be increases. ഈ ഒരു പ്രോസസ്സിലൂടെ എല്ലാം പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് ശരിക്കും ഇംപ്രൂവ് ചെയ്യുന്നത്. അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകുന്നു. നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് നല്ല ലാഭം ഉണ്ടാകുന്നു. ദാറ്റ് വൈസ് the productivity increases. So വർക്ക് സ്റ്റഡി എന്ന് പറയുന്ന പ്രോസസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് മെത്തേഡ്സ് ആണ്. ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. ഈ മെത്തേഡ് സ്റ്റഡിയിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം. എങ്ങനെയൊക്കെ? റെഡ്യൂസ് ദ വർക്ക് ബൈ എലിമിനേറ്റിംഗ് അൺനെസസറി ആൻഡ് അൺപ്രൊഡക്റ്റീവ് മോഷൻ, ഡെവലപ്പ് ദ ബെസ്റ്റ് മെത്തേഡ്, ഇംപ്രൂവ്സ് ദ ഡിസൈൻ ഓഫ് വർക്ക് പ്ലേസ് ആൻഡ് മോഡിഫൈ ടൂൾ ആൻഡ് എക്യുപ്മെന്റ്. അപ്പോൾ വർക്ക് സ്റ്റഡിയുടെ ഒന്നാമത്തെ അസോസിയേറ്റഡ് കോൺസെപ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് സ്റ്റഡി എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിന്റെ തൊട്ടടുത്ത കോൺസെപ്റ്റ് ആയിട്ടുള്ള വർക്ക് മെഷർമെന്റ് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? റെഡ്യൂസ് ഇൻഎഫക്റ്റീവ് ടൈം, ഇൻക്രീസ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി, suggest incentives to deserving workers and help accurate production planning. എന്തൊക്കെയാണ് പറയുന്നത്? വർക്ക് മെഷർമെന്റ് എങ്ങനെയാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. റെഡ്യൂസ് ദ ഇൻഎഫക്റ്റീവ് ടൈം. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ കണ്ടുവരുന്ന ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വെറുതെ പോകുന്ന സമയങ്ങൾ പരമാവധി കുറയ്ക്കുന്നു. ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വർക്ക് അവസാനിക്കുന്നത് വരെയുള്ള സമയത്തെ ഇഫക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കുന്നു. അവിടെ സംഭവിക്കാവുന്ന ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാ കോസസിനെയും ഒഴിവാക്കിക്കൊണ്ട് പരമാവധി അവിടുത്തെ പ്രൊഡക്ഷൻ പ്രോസസ് എഫക്റ്റീവായി മാറ്റുന്നു. അതുവഴി നമുക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. സോ ദാറ്റ് ദ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസസ്. ഇനി എന്താണ് പറയുന്നത്? ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. അപ്പോൾ വർക്ക് മെഷർമെന്റ് വഴി നമുക്ക് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഇംപ്രൂവ് ആവുക? നമുക്കറിയാവുന്നതാണ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഇൻക്രീസിംഗ് ദ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ദ ഔട്ട്പുട്ട് ദാൻ ദ ഇൻപുട്ട്. ഔട്ട്പുട്ട് കൂടുക ബൈ യൂസിങ് മിനിമം ഇൻപുട്ട്. മിനിമം ഇൻപുട്ട് ഉപയോഗിച്ച് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കിയാൽ മാത്രമാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി കൂടുകയുള്ളൂ. അപ്പോൾ ഇൻപുട്ട് മിനിമം ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റെഡ്യൂസിങ് ദ വേസ്റ്റേജ്. വേസ്റ്റേജ് പരമാവധി കുറയ്ക്കുക. വേസ്റ്റേജ് പരമാവധി കുറച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ടോടുകൂടി മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വർക്ക് മെഷർമെന്റ് സഹായിക്കുന്നു. അതുവഴി വി ക്യാൻ increases the productivity എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി എന്താണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്? സജസ്റ്റ് ഇൻസെന്റീവ്സ് ടു ഡിസർവിംഗ് വർക്കേഴ്സ്. അപ്പോൾ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസെന്റീവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ പേയ്മെന്റ്സ് സച്ച് ആസ് ബോണസ് എക്സെട്ര. നമ്മൾ അവരുടെ ജോലിയിലുള്ള മികവ് കണ്ടുകൊണ്ട് നൽകുന്ന എക്സ്ട്രാ ആയിട്ടുള്ള പേയ്മെന്റ്സിനെയാണ് നമ്മൾ ബോണസ്, ഇൻസെന്റീവ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡിസർവിംഗ് ആയിട്ടുള്ള വർക്കേഴ്സിന്
നമ്മൾ എന്ത് ചെയ്യുന്നു? ദ വർക്ക് മെഷർമെന്റ് പ്രോസസ് സജസ്റ്റ് ഇൻസെന്റീവ്സ്. അവര് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ പേയ്മെന്റ്സ് കൊടുത്തുകൊണ്ട് അവരെ മെന്റലി മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വർക്ക് മെഷർമെന്റ് എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രം കൊണ്ടുവരുന്നു. അതുവഴി വർക്കേഴ്സിന് ഇൻസെന്റീവ്സ് ലഭിക്കുന്നു. സോ ദേ ഷുഡ് ബി മോർ മോട്ടിവേറ്റഡ്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യം കൂടുന്നു, അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. അതുവഴി അല്ലെങ്കിൽ അവർ വളരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നു. അതുവഴി നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ അവരുണ്ടാക്കി തരുന്നു. സോ ദാറ്റ് ദ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നും നമുക്ക് പറയാം. സോ സജസ്റ്റ് ഇൻസെന്റീവ്സ് ടു ഡിസേർവിംഗ് വർക്കേഴ്സ്. ഇനി എന്താണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്? ഹെൽപ്പ് ആക്യുറേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. എങ്ങനെയാണ് പറയുന്നത്? ദിസ് വർക്ക് മെഷർമെന്റ് ഹെൽപ്സ് ഫോർ ആക്യുറേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. നമ്മൾ ചെയ്യുവാൻ പോകുന്ന അല്ലെങ്കിൽ നടത്തുവാൻ പോകുന്ന പ്രൊഡക്ഷനെ കുറിച്ചുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് നടത്തുവാൻ വർക്ക് മെഷർമെന്റ് സഹായിക്കുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരമാവധി വേസ്റ്റേജിനെ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ആക്യുറേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഷുഡ് ബി മോർ സോ ദാറ്റ് ദ പ്രൊഡക്ടിവിറ്റി ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെന്റും പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ മെത്തേഡ് സ്റ്റഡിയും വർക്ക് മെഷർമെന്റും കൂടി ചേർന്നതാണ് വർക്ക് സ്റ്റഡി. സോ അൾട്ടിമേറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് വർക്ക് സ്റ്റഡി ഇംപ്രൂവ്സ് ദ പ്രൊഡക്ടിവിറ്റി. ഒരു ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് സ്റ്റഡി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ദർ ഷുഡ് ബി ദ ഇംപ്രൂവ്മെന്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് വർക്ക് സ്റ്റഡി എന്നുള്ള ഒരു ബേസിക് ഡെഫിനേഷൻ നമ്മൾ നൽകി അല്ലെ? വർക്ക് സ്റ്റഡി കാരണം നമ്മൾക്കൊരു ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാം, പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാം. അതെങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വർക്ക് സ്റ്റഡി എന്നുള്ള ദ ടോട്ടൽ പ്രൊസീജിയർ ക്യാൻ ബി സബ് ഡിവൈഡഡ് ബൈ മെത്തേഡ് സ്റ്റഡി ആൻഡ് വർക്ക് മെഷർമെന്റ്. വർക്ക് മെഷർമെന്റും മെത്തേഡ് സ്റ്റഡിയും കൂടി ചേർന്നതാണ് ശരിക്കും വർക്ക് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെത്തേഡ് സ്റ്റഡി, എന്താണ് വർക്ക് മെഷർമെന്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണ് മെത്തേഡ് സ്റ്റഡി, എന്താണ് വർക്ക് മെഷർമെന്റ് എന്നുള്ള കാര്യമാണ്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസിങ് അബൌട്ട് മെത്തേഡ് സ്റ്റഡി. എന്താണ് മെത്തേഡ് സ്റ്റഡിയിൽ പറയുന്നത് എന്ന് നോക്കാം അല്ലെ? Method study is otherwise known as motion study. Frank B. Gilbert is the founder of motion study. It is the systematic recording and critical examination of existing and proposed ways of doing work in order to develop easier and effective method. എന്താണ് പറയുന്നത്? മെത്തേഡ് സ്റ്റഡി ഈസ് അതർവൈസ് നോൺ ആസ് മോഷൻ സ്റ്റഡി. നമ്മൾ ഇൻഡസ്ട്രികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മെത്തേഡ് സ്റ്റഡി. അതിനെ നമുക്ക് എന്തുകൂടി പറയാം? മോഷൻ സ്റ്റഡി എന്നുകൂടി പറയാം. അപ്പോൾ മെത്തേഡ് സ്റ്റഡി എന്ന് ഉള്ള ആ ഒരു വാക്കിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മെത്തേഡ് സ്റ്റഡി എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് രീതി എന്നുള്ളത് പഠിക്കുക എന്നതാണ് മെത്തേഡ് സ്റ്റഡി അല്ലെങ്കിൽ മോഷൻ സ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്, അതിന്റെ രീതി എന്താണെന്ന് കൃത്യമായി പഠിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന വർക്കിനെ കുറിച്ച് കൃത്യമായി അല്ലെങ്കിൽ അതിന്റെ മെത്തേഡുകളെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നത്? ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രൊഡക്ഷൻ മെത്തേഡിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ എവിടെയാണ് അവിടെ അൺനെസസറി വർക്കുകൾ വരുന്നത്, എവിടെയാണ് വർക്ക് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്, എവിടെയാണ് വേസ്റ്റേജ് ഉണ്ടാകുന്നത്, എവിടെയാണ് ടൈം ലാഗിങ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താണെന്ന് കൃത്യമായി പഠിക്കുന്നതോടുകൂടി
നമ്മൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നിന്നും അവോയ്ഡ് ചെയ്യുകയും പ്രൊഡക്ഷൻ പ്രോസസ് മോസ്റ്റ് എഫക്റ്റീവായി മാറാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡിയുടെ റെലവൻസ് ഇൻ ദ കേസ് ഓഫ് വർക്ക് സ്റ്റഡി. So, the first point is work study is otherwise known as motion study. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളുടെ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലേക്ക് കൊണ്ടുവന്ന ശാസ്ത്രജ്ഞന്റെ പേരാണ് ഫ്രാങ്ക് ബി ഗിൽബർട്ട്. ഇനി എന്താണ് മെത്തേഡ് സ്റ്റഡി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ് വേസ് ഓഫ് ഡൂയിങ് വർക്ക്. ഒരു പ്രത്യേക വർക്കിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ അതിന്റെ എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ് വേ, ഇപ്പോൾ നിലവിലുള്ളതും ഇനി നമുക്ക് വേണമെങ്കിൽ മാറ്റാം എന്നുള്ള രീതിക്കുള്ളതുമായിട്ടുള്ള ആ ഒരു വേസ്, ആ ഒരു രീതികളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് സിസ്റ്റമാറ്റിക് ആയി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? വി ക്യാൻ ഡെവലപ്പ് ഈസിയർ ആൻഡ് ഇഫക്റ്റീവ് മെത്തേഡ്. നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ്. നമ്മൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു മിൽക്ക് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മിൽക്ക് പ്രൊഡക്റ്റ് ഇൻഡസ്ട്രി, പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ മെത്തേഡുകളെ പറ്റി കൃത്യമായി പഠിച്ചു വെക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ചെയ്യുന്നതിന്റെ ഫലമായി നമുക്ക് അതേ റെസിപ്പി അല്ലെങ്കിൽ അതേ ടെക്നിക് ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടി ഈസിയറായി കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ ദാറ്റ് ക്യാൻ ബി സെഡ് ബൈ മെത്തേഡ് സ്റ്റഡി. അപ്പോൾ ഉള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡിനെ കൃത്യമായി പഠിക്കുന്നതോടുകൂടി അതിലും ഈസിയർ ആയിക്കൊണ്ട് അതിലും എഫക്റ്റീവായി തന്നെ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തനത്തെ സഹായിക്കുന്ന സയന്റിഫിക് കോൺസെപ്റ്റിനെ നമുക്ക് മെത്തേഡ് സ്റ്റഡി എന്ന് പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ ഒരു 3 രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡിൽ ഈ ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾ മനസ്സിലാക്കുക. മെത്തേഡ് സ്റ്റഡി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഒരു ഇൻഡസ്ട്രിയിലെ ഉള്ള ഒരു പ്രൊഡക്ഷൻ പ്രോസസ് കൃത്യമായി പഠിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്നത് വഴി അതേ സെയിം മെത്തേഡ് തന്നെ കുറച്ചുകൂടി ഇഫക്റ്റീവായ രീതിയിൽ വേസ്റ്റേജ് പരമാവധി കുറച്ച് ചെയ്യുന്നതിലൂടെ പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡിയുടെ ഡെഫിനിഷനിൽ നിന്നും മനസ്സിലാക്കിയത് അല്ലെ? അപ്പോൾ ഈ മെത്തേഡ് സ്റ്റഡിയിലൂടെ നമ്മൾക്ക് വേസ്റ്റേജ് കുറയുന്നു, ഇഫക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതിലൂടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി എന്തെല്ലാമാണ് മെത്തേഡ് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്നാണ് നമ്മൾ ഇനി നോക്കുവാൻ പോകുന്നത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെത്തേഡ് സ്റ്റഡി? മെത്തേഡ് സ്റ്റഡി ഒരു ഇൻഡസ്ട്രിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ എന്തെല്ലാം ലക്ഷ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. എന്തെല്ലാമാണ് പറയുന്നത്? എലിമിനേറ്റ് വേസ്റ്റേജ്, റെഡ്യൂസ് ഫാറ്റിഗ്, ഫൈൻഡ് ദ ബെസ്റ്റ് വേ, effective utilization of man, material and money, standardize the method, train the workers and better working condition എന്നിവയാണ് മെത്തേഡ് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? എലിമിനേറ്റ് വേസ്റ്റേജ്. മെത്തേഡ് സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ വേസ്റ്റേജുകൾ എലിമിനേറ്റ് ചെയ്യുക.
ആദ്യം തന്നെ നമുക്ക് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വേസ്റ്റേജ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ട് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ആ വേസ്റ്റേജ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മെത്തേഡ് സ്റ്റഡിയിലൂടെ നമ്മൾ ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നു. അപ്പോൾ എവിടെയെല്ലാമാണ് വേസ്റ്റേജ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നു. നമ്മൾ ആ ഒരു വേസ്റ്റേജ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ് നമ്മൾ ഒന്നുകിൽ എലിമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നതിന്റെ ഫലമായി ആ ഒരു വേസ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് കോസിംഗ് എഫക്റ്റ് അവിടെ നിന്നും ഇല്ലാതെയാകുന്നു. അങ്ങനെ വർക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആവുന്നു, ട്രാൻസ്പെറന്റ് ആകുന്നു, വർക്ക് ഒന്നുകൂടി സിമ്പിളായി മാറുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? റെഡ്യൂസ് ഫാറ്റിക്. മെത്തേഡ് സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഫാറ്റിക് പരമാവധി കുറയ്ക്കുക. അതായത് നമുക്കറിയാം, കൃത്യമായ ഒരു വർക്കിനെ പറ്റി പഠിക്കുന്നതോടുകൂടി ആ വർക്കിനും ഫാറ്റിക് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനും ഫാറ്റിക് എന്നതുകൊണ്ട് മുറിവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്കിനെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നതോടുകൂടി വർക്കിന് ഫാറ്റിക് ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണങ്ങളും അതുപോലെ തന്നെ വർക്കേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഫാറ്റിഗുകൾ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സേഫ് അല്ലാത്ത വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടോ, അല്ലെങ്കിൽ വർക്കിന് ഫാറ്റിക് സംഭവിക്കാൻ സാധ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു ത്രൂ മെത്തേഡ് സ്റ്റഡി. അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഫാറ്റിക് പരമാവധി കുറയ്ക്കുന്നു, വർക്കേഴ്സിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കുന്നു. സോ ദേ ഷുഡ് ബി മോർ ഹാപ്പിയർ ടു ഡൂയിങ് ദെയർ വർക്ക്. ഇറ്റ് വിൽ എഫക്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് ദ പ്രൊഡക്ടിവിറ്റി. So the another aim or objective of method study is reduce fatigue. ഇനി അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ബെസ്റ്റ് വേ. എന്താണ് പറയുന്നത്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ കണ്ടുപിടിക്കുക ഫോർ ദ പ്രൊഡക്ഷൻ. ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടി ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ കണ്ടുപിടിക്കുക? ഫ്രം ദ എക്സിസ്റ്റിംഗ് മെത്തേഡ്. ഇപ്പോൾ ആ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ മെത്തേഡിനെ കൃത്യമായി പഠിച്ച് എങ്ങനെ ഇതിൽ നിന്നും കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാക്കാം എന്നതിനെ പറ്റി ചിന്തിക്കുന്നു, അത് പ്ലാൻ ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു ത്രൂ മെത്തേഡ് സ്റ്റഡി. അങ്ങനെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ ഫോർ പ്രൊഡക്ഷൻ കണ്ടെത്തുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മെത്തേഡ് സ്റ്റഡിയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. Then the next point, effective utilization of man, material and money. നമുക്കറിയാം, ഒരു ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ അസറ്റ് എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ വർക്കേഴ്സ്, പിന്നെ അവിടേക്ക് കൊണ്ടുവരുന്ന മെറ്റീരിയൽ ആൻഡ് മണി. ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. ആ ഒരു പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനും അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയുന്നതിനും, പ്രോഫിറ്റ് കൂടുന്നതിനും കുറയുന്നതിനും, കമ്പനി എസ്റ്റാബ്ലിഷ് ആവുന്നതിനും കൊളാപ്സ് ആവുന്നതിനും ഒക്കെ കാരണമാവുന്നത് ഈ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവയുടെ കൃത്യമായ യൂട്ടിലൈസേഷൻ, കൂടുതലാവാതെ എന്നാൽ കുറവാവാതെ കൃത്യമായി ഉപയോഗിക്കുന്നതിലൂടെ, അതായത് വർക്കേഴ്സിനെ കൃത്യമായി ഉപയോഗിക്കുക, അവരുടെ വർക്കിംഗ് ടൈം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക, അവരെ എക്സ്ട്രാ വർക്ക് ചെയ്യിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, എന്നാൽ അവരെ തീരെ വർക്ക് ചെയ്യിപ്പിക്കാതിരിക്കുകയും അല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായ യൂട്ടിലൈസേഷനിലൂടെ, അതുപോലെ തന്നെ മെറ്റീരിയൽസിന് പരമാവധി വേസ്റ്റേജ് കുറച്ചുകൊണ്ടുള്ള യൂട്ടിലൈസേഷൻ, മണിയും അതുപോലെ തന്നെ പരമാവധി വേസ്റ്റേജ് ഒഴിവാക്കി അൺനെസസറി കോസ്റ്റുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡ് ത്രൂ മെത്തേഡ് സ്റ്റഡി വിൽ ഇൻക്രീസസ് ദ പ്രൊഡക്ഷൻ. ഇനി അടുത്ത പോയിന്റ് എന്താണ് പറയുന്നത്? സ്റ്റാൻഡർഡൈസ് ദ മെത്തേഡ്. മെത്തേഡ് സ്റ്റഡിയിലൂടെ നമ്മൾ എന്താണ് കണ്ടെത്തുന്നത്? ദ ബെസ്റ്റ് മെത്തേഡ്. അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. നമ്മൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചാൽ പിന്നെ എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുക. കാരണം ഏതൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മിനിമം ഇൻപുട്ടിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മോട്ടീവ്. അപ്പോൾ നമുക്ക് ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മെത്തേഡ് നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും ത്രൂ മെത്തേഡ് സ്റ്റഡി. Then
next objective of method study is train the workers. മെത്തേഡ് സ്റ്റഡിയുടെ ആ ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യത്തിലുള്ള മറ്റൊന്നാണ് വർക്കേഴ്സിനെ കൃത്യമായി ട്രെയിൻ ചെയ്യുക. വർക്കേഴ്സിനെ കൃത്യമായി ട്രെയിൻ ചെയ്താൽ മാത്രമേ വർക്കേഴ്സ് കൃത്യമായി വർക്ക് ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അവർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. അങ്ങനെ വർക്കേഴ്സ് നല്ല മോട്ടിവേറ്റഡ് ആണെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മളുടെ പ്രൊഡക്ഷൻ പ്രോസസ് തന്നെ ഇംപ്രൂവ് ആവുകയുള്ളൂ. സോ it is an important objective of method study, that is train the workers. And the last objectives of method study is better working condition. ഒരു നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മെത്തേഡ് സ്റ്റഡിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. നമുക്കറിയാം, നല്ല ഒരു വർക്കിംഗ് കണ്ടീഷനിൽ മാത്രമേ അവിടെയുള്ള വർക്കേഴ്സിന് കൃത്യമായി വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നല്ല ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്ത പക്ഷം, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരിക്കലും വർക്കേഴ്സിന് അവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അവർ തരുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വർക്കേഴ്സ് ചെയ്യുന്ന ജോലി ഒരിക്കലും അവരുടെ കംപ്ലീറ്റ് എഫേർട്ട് ആയിരിക്കില്ല. സോ ഇറ്റ് വിൽ ഇഫക്റ്റ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മെത്തേഡ് സ്റ്റഡി ഈസ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. സോ എന്തെല്ലാമാണ് മെത്തേഡ് സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്? എലിമിനേറ്റ് വേസ്റ്റേജ്, റെഡ്യൂസ് ഫാറ്റിക്, find the best way for the production, effective utilization of man, material and money, standardize the method, train the workers, better working condition.